ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് പേർ നമ്മളോട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്ത നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന വെബ് സീരീസിന്റെ എക്സ്പ്ലനേഷൻ ആണ്. പണിക്ക് പോകാതെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നായകനും സുഹൃത്തും ചേർന്നിട്ട് പല സ്ഥലത്തും പോയിട്ട് ഓരോ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നു. കിട്ടുന്ന സ്ത്രീധനവും കൊണ്ട് അവിടെ നിന്ന് മുങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ സ്റ്റോറി കണ്ടു തന്നെ അറിയാം. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ നാഗേന്ദ്രനും കൂട്ടുകാരൻ സോമനും ചേർന്നിട്ട് രാത്രിയിൽ ആരെയോ പേടിച്ചിട്ട് ഓടുന്നതാണ്. ഇനിയും എനിക്കിങ്ങനെ ഓടാൻ വയ്യാന്നും ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ വലിയൊരു കൂമ്പാരത്തിന് മുകളിലാണ് ഞാൻ നിൽക്കുന്നതെന്നും ഞാൻ എവിടെ നിന്നും ചാടി ചാകുന്നതാണ് നല്ലതെന്നും നാഗേന്ദ്രൻ പറയുന്നുണ്ട്. എന്നാൽ ഇതിനു വേണ്ടിയിട്ടല്ല ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടതെന്നും നമുക്ക് അവസാനമായിട്ട് ഒരു കളി കൂടി കളിക്കണമെന്നും സോമൻ പറയുന്നു. ഇനി ഇവർ ഈ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ള സ്റ്റോറിയാണ് നമ്മളെ കാണിക്കുന്നത്. 1970 കാലഘട്ടം, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി എന്ന ഗ്രാമം. അവിടെയാണ് നമ്മുടെ നാഗേന്ദ്രനും അമ്മയും താമസിക്കുന്നത്. അവന്റെ അമ്മ പല സ്ഥലത്തും വീട്ടുജോലിക്ക് പോയിട്ട് കിട്ടുന്ന കാശുകൊണ്ടാണ് അവനെ പോറ്റുന്നത്. നാഗേന്ദ്രൻ പ്രത്യേകിച്ച് പണിക്കൊന്നും തന്നെ പോകില്ലായിരുന്നു. അവന്റെ അമ്മ രാവിലെ എഴുന്നേറ്റ് ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം ജോലിക്ക് പോകും. നാഗേന്ദ്രനാകട്ടെ കുളിച്ചൊരുങ്ങി കോഴിക്കോട്ടിൽ നിന്ന് മുട്ടയും കട്ടെടുത്ത് നേരെ കവലയിലുള്ള ഹോട്ടലിലേക്ക് പോകുന്നു. ആ മുട്ട ഹോട്ടലിൽ കൊടുത്തിട്ട് അതിന് പകരമായിട്ട് അവിടെ നിന്ന് ആഹാരം വാങ്ങി കഴിക്കുന്നു. അവന്റെ സ്ഥിരം ജോലി ഇതൊക്കെ തന്നെയായിരുന്നു. നാഗേന്ദ്രന് ഒരു ഉറ്റ സുഹൃത്തുണ്ട്. അവന്റെ പേര് സോമൻ എന്നാണ്. സോമനാകട്ടെ ഒരു നാടക നടനാണ്. അവന് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരുമായിട്ട് പല സ്ഥലങ്ങളിലും പോയി നാടകം കളിച്ചാണ് അവൻ കാശുണ്ടാക്കുന്നത്. സോമൻ വരുമ്പോൾ നാഗേന്ദ്രനാകട്ടെ ആഹാരമൊക്കെ കഴിച്ചിട്ട് ആ ഹോട്ടലിലെ ബെഞ്ചിൽ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു. തന്റെ കൂടെ വരികയാണെങ്കിൽ ഒരിടത്തൊരു കല്യാണ ഉറപ്പിക്കലുണ്ടെന്നും അവിടെ പോയി ഇഷ്ടം പോലെ ആഹാരം കഴിക്കാമെന്നും പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് സോമൻ പോകുന്നു. അവർ പോകുന്ന വഴിയാകട്ടെ നാഗേന്ദ്രന്റെ മുറപ്പെണ്ണായ ജാനകിയെ കാണുന്നുണ്ട്. കുറെ നാളായിട്ട് ജാനകിയുടെ നാഗേന്ദ്രനെയും കല്യാണം നടത്തണമെന്ന് ജാനകിയുടെ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നാഗേന്ദ്രന് അതിൽ താല്പര്യമില്ലായിരുന്നു. ജാനകി നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, വരുന്ന ചിങ്ങത്തിലെങ്കിലും നമ്മുടെ കല്യാണം നടത്തണമെന്നാണ് അച്ഛൻ പറയുന്നതെന്ന്. ആരുടെ കല്യാണമെന്ന് നാഗേന്ദ്രൻ ചോദിക്കുന്നു. അവന് ജാനകി കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല എന്നുള്ള കാര്യം അവളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അവൾ ആകെ വിഷമത്തിലായിരുന്നു. കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവളോട് അങ്ങനെ സംസാരിച്ചത് മോശമായി പോയെന്ന് സോമൻ പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, തനിക്ക് വിവാഹമൊന്നും കഴിക്കാൻ താല്പര്യമില്ല എന്നും അവസാനം താൻ ജോലിക്ക് പോയി അവളെ കൂടി പോറ്റേണ്ടി വരുമെന്നും പറയുന്നു. അങ്ങനെ സന്ധ്യയായപ്പോഴത്തേക്ക് നാഗേന്ദ്രനും സോമനും നല്ലപോലെ മദ്യപിച്ചിട്ട് അമ്മണി എന്നൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ വീട്ടിലേക്ക് പോകുന്നു. സോമൻ സ്ഥിരമായിട്ട് അവിടെ പോകാറുണ്ടായിരുന്നു. എന്നാൽ കുറെ കാലമായിട്ട് ചെട്ടിയാർ എന്നൊരാളാണ് ആ സ്ത്രീയുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾ അവിടെ വന്നു തുടങ്ങിയ ശേഷം മറ്റാരും തന്നെ അവിടെ വരാൻ പാടില്ല എന്ന് അയാൾ അവളോട് നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു. എന്നാലും അയാൾ അറിയാതെ അമ്മിണി പലരെയും തന്റെ വീട്ടിൽ കയറ്റിയിരുന്നു. നാഗേന്ദ്രന് അമ്മിണിയുമായിട്ടൊരു ബന്ധവും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ സോമൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് പതിവാണ്. നാഗേന്ദ്രൻ പുറത്ത് കാവലിരിക്കും. പിറ്റേന്ന് രാവിലെ ആകട്ടെ ഉറക്കമുണർന്ന സോമനോട് അവന്റെ അമ്മ പറയുന്നുണ്ട്, നീ ജാനകിയോട് തലേന്ന് അങ്ങനെയൊന്നും സംസാരിച്ചത് ശരിയല്ല എന്ന്. അവൾ കരഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന്. അവളെ നീ വിവാഹം കഴിച്ചേ പറ്റുമെന്ന് അവന്റെ അമ്മ നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ പറ്റില്ല എന്ന് അവൻ തറപ്പിച്ചു പറയുന്നു. അന്ന് ഉച്ചയ്ക്ക് കവലയിലെ ഹോട്ടലിൽ വെച്ചിട്ട് നാഗേന്ദ്രൻ സോമനെ കാണുന്നുണ്ട്. നാടകം കഴിഞ്ഞിട്ട് അവന്റെ ഗ്രൂപ്പിന്റെ കൂടെയുള്ള വരവായിരുന്നു. വരുന്ന വഴിക്ക് നമ്മുടെ പഴയ കൂട്ടുകാരനായ പൗലോസിനെ കണ്ടുവെന്ന് പറയുന്നുണ്ട്. കുവൈറ്റിൽ നിന്ന് 8 വർഷത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അവനിപ്പോൾ നല്ല കാശുകാരനായി മാറിയിരിക്കുന്നു. വൈകുന്നേരം നമുക്ക് അവനെ പോയി കാണാമെന്നും പറയുന്നു. വൈകുന്നേരം പൗലോയുടെ കൂടെ ഇരുന്ന് ഇവർ മദ്യപിക്കുകയായിരുന്നു. വർഷങ്ങളായിട്ട് കുവൈറ്റിൽ പോയി അവൻ നല്ല കാശ് സമ്പാദിച്ചിരുന്നു. അവന്റെ ജീവിതം മെച്ചപ്പെട്ടതാണ്. ഇതെല്ലാം കണ്ടിട്ട് ശരിക്കും നാഗേന്ദ്രനും അവനെ പോലെ ആകണമെന്ന ആഗ്രഹം തോന്നുന്നു. തനിക്കൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പൗലോസ് പറയുന്നുണ്ട്. അത് ശരിയാക്കി തരാൻ സോമനോടും പറയുന്നു. നാട്ടിലെ ഒരു പ്രമാണിയുടെ മകളാണ്. അയാൾ സമ്മതിക്കുമോ ഇല്ലയോ എന്നറിയില്ല. അത് സെറ്റാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റേതായ ഗുണമുണ്ടെന്നും പൗലോസ് പറയുന്നു. സോമൻ പറയുന്നുണ്ട്, അക്കാര്യം ഞാൻ ഏറ്റുവെന്ന്. അങ്ങനെ അവർ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രി പൗലോയ്ക്കും അമ്മണിയുടെ വീട്ടിൽ കയറണമെന്ന് പറയുന്നു. പൗലോയും കൊണ്ട് അമ്മണിയുടെ വീട്ടിലേക്ക് പോകുന്നത് നാഗേന്ദ്രനായിരുന്നു. വന്ന കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പൗലോ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും പുറത്ത് ചെട്ടിയാരുടെ വണ്ടി വന്ന് നിൽപ്പുണ്ടായിരുന്നു. ചെട്ടിയാർ തന്റെ ഡ്രൈവറോട് പറയുന്നുണ്ട്, അമ്മണിയെ പോയിന്ന് വിളിച്ചിട്ട് വരാൻ. ഇതെല്ലാം തന്നെ നാഗേന്ദ്രൻ അവിടെ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. പൗലോയ്ക്ക് കാവൽ വന്നതായിരുന്നു നാഗേന്ദ്രൻ. അമ്മണിയെ വിളിക്കാൻ പോയ ഡ്രൈവർ ആകട്ടെ പുറത്തൊരാണ്ട് ചെരുപ്പ് കിടക്കുന്ന കണ്ടിട്ട് ചെട്ടിയാരോട് വന്ന് പറയുന്നുണ്ട്, അമ്മണി വീട്ടിൽ ആരെയോ കയറ്റിയിട്ടുണ്ടെന്ന്. ദേഷ്യം വന്ന അയാളാകട്ടെ തോക്കുമായിട്ട് അവിടേക്ക് ചെല്ലുന്നു. ഡ്രൈവർ പുറകിലത്തെ വാതിലും ചെട്ടിയാരും മുമ്പിലത്തെ വാതിലും. ഉള്ളിൽ നിന്ന അമ്മണിയും പൗലോയും ആകെ പേടിച്ചു. താൻ പെട്ടുവെന്ന് പൗലോയ്ക്ക് മനസ്സിലായി. എന്നാൽ പൗലോയെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് നാഗേന്ദ്രൻ തോന്നുന്നു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പി എടുത്തിട്ട് ചെട്ടിയാരുടെ കാറിലേക്ക് എറിയുന്നു. സൗണ്ട് കേട്ട് ചെട്ടിയാരും ഡ്രൈവറും അവിടേക്ക് പോകുന്നു. ആ നേരം കൊണ്ട് നാഗേന്ദ്രനാകട്ടെ പൗലോയെ അമ്മണിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി രക്ഷിച്ചുകൊണ്ട് പോകുന്നു. തന്റെ മാനവും ജീവനും കാത്ത നാഗേന്ദ്രനോട് പൗലോ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അതിന് പകരമായിട്ട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്നു. തനിക്ക് കുവൈറ്റിലേക്ക് പോകണമെന്നാണ് നാഗേന്ദ്രൻ പറയുന്നത്. നീ റെഡിയായിരുന്നു, നിനക്ക് വേണ്ടിയിട്ടുള്ള വിസ ഞാൻ ശരിയാക്കി തരുമെന്ന് നാഗേന്ദ്രന് പൗലോ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. സീൻ അവിടെ നിന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് പൗലോ ആഗ്രഹിച്ച പ്രകാരം സ്ഥലത്തെ പ്രമാണിയായ ഒരു ചാക്കോച്ചന്റെ മകൾ റോസിയെ അവൻ വിവാഹം കഴിക്കുന്നു. എല്ലാത്തിനും മുൻകൈ എടുത്തത് സോമനായിരുന്നു. വിവാഹത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് അന്ന് രാത്രി അവർ 3 പേരും മദ്യപിക്കുമ്പോൾ പൗലോ ആ സത്യം തുറന്നു പറയുന്നുണ്ട്. താൻ ഇനി കുവൈറ്റിലേക്ക് തിരിച്ചു പോകുന്നില്ല. നാട്ടില് ഒരു തുണിക്കട ഇടാനാണ് താല്പര്യം. മാത്രമല്ല വിവാഹം
വിവാഹം കഴിച്ച വഴിക്ക് നല്ല തുക സ്ത്രീധനവും കിട്ടിയിട്ടുണ്ട്. അവളുടെ അച്ഛന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. അതും കൂടെ വെച്ചിട്ട് ഇവിടെ ഒരു ബിസിനസ് നടത്താം. അതായിരുന്നു അവന്റെ പ്ലാനിങ്. എന്നാലും നാഗേന്ദ്രന് കൊടുത്ത വാക്ക് പൗലോ മറന്നിട്ടുണ്ടായിരുന്നില്ല. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ കുവൈറ്റിലേക്ക് പോകാൻ റെഡിയായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കാശ് മാത്രം നീ സംഘടിപ്പിച്ചാൽ മതിയെന്നും എന്റെ കമ്പനിയിൽ തന്നെ നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടെന്നും അവനോട് പറയുന്നു. 16,000 രൂപയെങ്കിലും വേണ്ടിവരും. അതെങ്ങനെയെങ്കിലും നീ സംഘടിപ്പിച്ച് വെച്ചാൽ മതി. ഒരു പണിക്കും പോകാത്ത അവന്റെ കയ്യിൽ എവിടുന്ന അത്രയും കാശെടുക്കാൻ? സോമൻ പറയുന്നുണ്ട്, നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. അവൻ അമ്മയോട് പോയി കാശ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ അവന് കൊടുക്കാൻ കാശില്ലായിരുന്നു. മാത്രമല്ല പണിക്ക് പോകാതെ തന്നോട് വന്ന് കാശ് ചോദിച്ചതിന് ആട്ടിയിറക്കുകയും ചെയ്യുന്നുണ്ട്. കാശിന് താൻ എന്ത് ചെയ്യുമെന്ന് നാഗേന്ദ്രൻ സോമനോട് ചോദിക്കുമ്പോൾ സോമൻ അവന്റെ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. നിന്റെ മുറപ്പെണ്ണ് ജാനകിയെ നീ കല്യാണം കഴിക്കണം. എന്തായാലും നിനക്ക് സ്ത്രീധനം കിട്ടും. ആ കാശ് കൊണ്ട് നിനക്ക് പുറത്തേക്ക് പോകാം. അവളെ നോക്കാനോ പോറ്റാനോ ഒന്നും നീ നിൽക്കണ്ട. അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തിരിച്ചു വന്നാൽ മതി, ഇല്ലെങ്കിൽ അവിടെ തന്നെ ജീവിച്ചാൽ മതി. എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ അത് നല്ലൊരു ഉപായമാണെന്ന് നാഗേന്ദ്രനും തോന്നുന്നു. അതുകൊണ്ട് അവൻ ആ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നാഗേന്ദ്രനും ജാനകിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നു. എന്നാൽ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് തനിക്ക് സ്ത്രീധനമായിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. കാശ് തരാമെന്ന് അവർ പറഞ്ഞതല്ലാതെ തന്നിട്ടില്ല. അതിന്റെ പേരിൽ അവൻ അവന്റെ അമ്മയുമായിട്ട് വഴക്കിടുന്നുണ്ട്. നിങ്ങളുടെ സഹോദരനോട് ചോദിച്ചിട്ട് മര്യാദയ്ക്ക് എനിക്ക് കാശ് വാങ്ങി തരണമെന്നും പറയുന്നുണ്ട്. എന്നാൽ കാശിന് വേണ്ടിയിട്ടല്ല അവളെ നിനക്ക് കെട്ടിച്ചു തന്നതെന്നും അവന്റെ അമ്മ പറയുന്നു. ദേഷ്യപ്പെട്ട നാഗേന്ദ്രൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇതെല്ലാം കണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ജാനകി. ആ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ വെബ് സീരീസിന്റെ ജാനകി എന്ന ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ പേരാണ് ലില്ലിക്കുട്ടി. സോമന്റെ വാക്കും കേട്ട് വിവാഹം കഴിച്ചിട്ട് സ്ത്രീധനവും കിട്ടാതെ അവസാനം ഒരു പെണ്ണിനെയും പോറ്റേണ്ട അവസ്ഥ വന്നതിന്റെ പേരിൽ സോമനുമായിട്ട് വഴക്കിടുകയാണ് നാഗേന്ദ്രൻ. എന്നാൽ ഒരു രൂപ പോലും സ്ത്രീധനം കിട്ടില്ല എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്ന് സോമൻ പറയുന്നുണ്ട്. സ്ത്രീധനത്തിന്റെ കാര്യമെല്ലാം നിന്റെ അമ്മ സംസാരിച്ചെന്നാണ് എന്നോട് പറഞ്ഞത്. അവസാനം ഇങ്ങനെയാകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നാഗേന്ദ്രൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അന്ന് രാത്രി വീട്ടിലെത്തിയ നാഗേന്ദ്രനാകട്ടെ ജാനകിയും അവന്റെ അമ്മയും ചേർന്നിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നു. അവന്റെ അമ്മ ജാനകിയോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു: നിന്റെ അച്ഛന്റെ കയ്യിൽ കാശൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. സ്ത്രീധനം കിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചതാണ്. നീ എന്റെ മരുമകളായിട്ട് ഇവിടേക്ക് വരണമായിരുന്നു. നീ വന്നെങ്കിൽ മാത്രമേ അവനൊന്ന് നന്നാവുകയുള്ളൂ, മര്യാദയ്ക്ക് പണിക്ക് പോവുകയുള്ളൂ. നീ അതുകൊണ്ട് ഇങ്ങനെ ഒരു തൊട്ടാവാടിയായിട്ട് നിന്നിട്ട് കാര്യമില്ല. ദിവസവും പണിക്ക് പോകാൻ അവനെ നിർബന്ധിക്കണം. നമുക്കൊരു അമ്പലം വരെ പോകണം. അവിടെ ഒരു സ്വാമിയെ കണ്ടിട്ട് ഒരു തകിട് ജപിച്ച് അവന് കെട്ടിക്കൊടുക്കണം. അവൻ നന്നായിക്കോളും. അതിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു മാർഗമുണ്ട്. നമ്മൾ രണ്ടും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ അവനെ നേരെയാക്കാൻ പറ്റുമെന്ന് അവർ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നാഗേന്ദ്രൻ പേടിക്കുന്നു. തന്റെ അമ്മ തന്നെയാണ് തനിക്കിട്ട് പണി തന്നതെന്ന് അവന് മനസ്സിലായി. അതേസമയം സോമനോട് അവന്റെ കൂട്ടുകാരനും വിവാഹ ബ്രോക്കറുമായ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് താൻ ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടുണ്ടെന്നും എന്നാൽ 10 ദിവസത്തിനുള്ളിൽ അയാളുടെ പെങ്ങളുടെ കല്യാണം നടത്തിയില്ലെങ്കിൽ ആ കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നും ആ കാശൊക്കെ തന്റെ കയ്യിൽ നിന്ന് ചെലവായി പോയി. അത്യാവശ്യമായിട്ട് തനിക്കൊരു ക്രിസ്ത്യാനി പയ്യനെ വേണം, എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തരാൻ. തന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് സോമൻ ഉറപ്പ് കൊടുക്കുന്നു. ആ സമയത്താണ് നമ്മുടെ നാഗേന്ദ്രൻ അവിടേക്ക് വരുന്നത്. വീട്ടില് അമ്മയും ജാനകിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം സോമനോട് പറയുന്നുണ്ട്. നീ ഇനി എന്ത് ധൈര്യത്തിലാണ് ആ വീട്ടിൽ നിൽക്കുന്നതെന്ന് നാഗേന്ദ്രനോട് സോമൻ ചോദിക്കുന്നുണ്ട്. പണ്ട് ഇതുപോലെ കൂടുവോത്രം ചെയ്ത് പലരെയും ഭ്രാന്തന്മാരാക്കിയ കഥ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. നീ അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. അവര് വല്ലതൊക്കെ കലക്കി തരും നിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് താൻ പോവുകയാണെന്നാണ് നാഗേന്ദ്രൻ പറയുന്നത്. എന്നാൽ ഞാനും നിന്റെ കൂടെ വരാമെന്നും നമുക്ക് രണ്ടുപേർക്കും ഈ നാട് വിട്ടു പോകാമെന്നും സോമൻ പറയുന്നു. 3 മാസത്തിനുള്ളിൽ കുവൈറ്റിലേക്ക് പോകാനുള്ള കാശുണ്ടാക്കാനായിരുന്നു നാഗേന്ദ്രന്റെ പ്ലാനിങ്. അതിനു പറ്റിയൊരു വഴിയും സോമൻ പറഞ്ഞു കൊടുക്കുന്നു. അന്ന് രാത്രി അവർ രണ്ടുപേരും ആരും അറിയാതെ വീട്ടിൽ നിന്ന് സാധനങ്ങളും എടുത്ത് ഒരുമിച്ചിറങ്ങുന്നു. വിവാഹ തട്ടിപ്പായിരുന്നു അവരുടെ ലക്ഷ്യം. കഥ പിന്നീട് കാണിക്കുന്നത് പത്തനംതിട്ട റാന്നി എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു വയസ്സായ മനുഷ്യനാകട്ടെ അവിടെ കട്ടിൽ കിടന്നുകൊണ്ട് തന്റെ മകനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്റെ മകൾ ലില്ലിക്കുട്ടിക്ക് 38 വയസ്സായി. അവളുടെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പൊ തന്നെ എത്ര കല്യാണമാണ് മുടങ്ങിയത്. അവളെ വിവാഹം കഴിച്ചയക്കാതെ നയാ പൈസ എന്റെ സ്വത്തിൽ നിന്ന് നിനക്ക് കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അയാളുടെ മകനാകട്ടെ ഒരു പോലീസുകാരനാണ്. ഈ പോലീസുകാരൻ തന്റെ പെങ്ങൾ ലില്ലിക്കുട്ടിയെ വിവാഹം കഴിച്ചയക്കാൻ പലതവണ ശ്രമിച്ചതാണ്. എന്നാൽ ഉറപ്പിച്ച കല്യാണങ്ങളെല്ലാം തന്നെ മുടങ്ങിക്കൊണ്ടേയിരുന്നു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. ലില്ലിക്കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇതറിഞ്ഞു കഴിയുമ്പോൾ ചെക്കന്റെ വീട്ടുകാരെ ഇട്ടിട്ട് പോകും. അയാളുടെ അപ്പച്ചനാകട്ടെ ദിവസവും ഇതിന്റെ പേരിൽ അയാളോട് വഴക്കാണ്. നീ അവളുടെ വിവാഹം നടത്തിയില്ലെങ്കിൽ ഞാൻ കണ്ണടയുന്നതിന് മുമ്പ് ഈ സ്വത്തെല്ലാം പള്ളിക്ക് എഴുതി കൊടുക്കുമെന്ന് പറയുന്നു. അടുത്ത ആഴ്ച നടക്കേണ്ട അവളുടെ വിവാഹം മുടങ്ങിയത് കാരണം ലില്ലിക്കുട്ടി റൂമിൽ തന്നെ അടച്ചിരിപ്പാണ് 2 ദിവസമായിട്ട്. റൂമിലുള്ള സാധനങ്ങളെല്ലാം തന്നെ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആരും കാണാതെ ഇരുന്ന് പഴം കഴിക്കുകയായിരുന്നു ലില്ലിക്കുട്ടി. അവൾ പട്ടിണി കിടക്കുകയാണെന്നാണ് പുറത്തുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അവളെ സമാധാനിപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പോലീസുകാരൻ പോയി പറയുന്നുണ്ട് നിന്റെ കല്യാണം ഉടനെ ഞാൻ നടത്തുമെന്നും ഒരു കൂട്ടര് വരുന്നുണ്ടെന്നും നാളെ തന്നെ നിന്നെ പെണ്ണ് കാണാൻ അവരിങ്ങോട്ട് വരുമെന്നും കല്യാണം ഉടനെ ഉണ്ടെന്നും അവൻ പറയുന്നു. അത് കേട്ട് സന്തോഷിച്ച് ലില്ലിക്കുട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എങ്ങനെയെങ്കിലും തനിക്ക് വിവാഹം കഴിക്കണമെന്ന് തന്നെയായിരുന്നു ലില്ലിക്കുട്ടിയുടെ ആഗ്രഹം. ഈ കല്യാണം കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീടിനെ തീ
വെക്കുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് കൊണ്ടുവന്ന ആഹാരം എടുത്തെറിഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി വേറെ ആഹാരം ഉണ്ടാക്കി കൊണ്ടുവരാൻ. ഈ മാനസിക നില തകരാറിലായ ലില്ലിക്കുട്ടിയെ പെണ്ണ് കാണാൻ വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ നാഗേന്ദ്രൻ തന്നെയാണ്. അവൻ ജോസഫ് എന്ന പേര് മാറ്റി സോമന്റെ കൂടെയാണ് വരുന്നത്. ഇതിന്റെ എല്ലാം തന്നെ പിന്നിൽ സോമന്റെ തലയായിരുന്നു. ലില്ലിക്കുട്ടിയുടെ അപ്പച്ചന് ഒരുപാട് സ്വത്തുണ്ട്, ഒരുപാട് ഏക്കർ നിലവുണ്ട്. അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. നല്ലൊരു തുക സ്ത്രീധനവും കിട്ടും. അങ്ങനെ വീട്ടിലെത്തി അവർ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ജോസഫിന്റെ അച്ഛനും അമ്മയൊക്കെ പണ്ടത്തെ ഒരു മലവെള്ളപ്പാച്ചിലിൽ മരിച്ചുപോയതാണെന്നും ജോസഫ് ഇപ്പോൾ ഒറ്റയ്ക്കാണെന്നും അവിടെ ഒരു മില്ലിലെ കണക്കെഴുത്ത് ജോലിയാണെന്നും പറയുന്നു. എങ്ങനെയെങ്കിലും ലില്ലിക്കുട്ടിയുടെ വിവാഹം നടത്താനുള്ള തിരക്കിലായിരുന്നു ആ പോലീസുകാരനും. അതുകൊണ്ട് അയാളും കൂടുതലൊന്നും തന്നെ അന്വേഷിക്കാൻ നിൽക്കുന്നില്ല. ലില്ലിക്കുട്ടിയെടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് നാഗേന്ദ്രനെ പുറത്തേക്ക് ഇറക്കി വിടുന്നു. എന്നാൽ ലില്ലിക്കുട്ടിയുടെ സംസാര രീതികളും അവളുടെ പെരുമാറ്റവും എല്ലാം കണ്ടപ്പോൾ നാഗേന്ദ്രന് മനസ്സിലായി അവൾക്ക് ചെറിയ വാട്ടുണ്ടെന്ന്. അവനോട് സംസാരിച്ച ശേഷം പോകാൻ നേരം അവൾ അവനൊരു ഉമ്മയും കൊടുത്തിട്ടാണ് പോകുന്നത്. അവൻ നല്ല പേടിച്ച് നിൽക്കുകയായിരുന്നു. സോമനോട് അവൻ പറയുന്നുണ്ട് അവക്ക് മുഴുവട്ട, ഇത് വേണമെന്ന് നമുക്ക് ഒന്നുകൂടി ആലോചിക്കാമെന്ന്. എന്നാൽ അതൊന്നും നീ കാര്യമാക്കണ്ടെന്നും ഇഷ്ടം പോലെ സ്വത്ത് കിട്ടുമെന്നും സോമൻ പറയുന്നു. പോലീസുകാരനും വീട്ടുകാർക്കും ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ജോസഫ് എന്ന പേരില് നാഗേന്ദ്രൻ ലില്ലിക്കുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നു. അവരുടെ ആദ്യ രാത്രിയിൽ ശരിക്കും നാഗേന്ദ്രൻ പേടിച്ചാണ് ആ റൂമിലിരുന്നത്. ലില്ലിക്കുട്ടി അവനെ ഉപദ്രവിക്കുമെന്നതായിരുന്നു അവന്റെ ഏറ്റവും വലിയ പേടി. ലില്ലിക്കുട്ടി അവന്റെ അടുത്തേക്ക് വന്നിരുന്നതും അവൻ പറയുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട്, നമുക്ക് ഉറങ്ങാമെന്ന്. എന്നാൽ ലില്ലിക്കുട്ടി ആകട്ടെ നിർബന്ധിച്ച് അവിടെ ഇരുന്ന മദ്യം അവനെ കൊണ്ട് കുടിപ്പിക്കുകയും അവളും കുറെ കുടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ബലമായിട്ട് അവന്റെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നാഗേന്ദ്രന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പോലീസുകാരനായ അവന്റെ അളിയനാകട്ടെ അവരുടെ പറമ്പെല്ലാം കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. ആ പോലീസുകാരന്റെ വൈഫിന്റെ ആങ്ങള പുറത്തായിരുന്നു. ഈ പോലീസുകാരനും വൈഫിനും അവിടേക്ക് പോകാനാണ് താല്പര്യം. അവിടെ പോയി സെറ്റിലാകാനായിരുന്നു അവരുടെ തീരുമാനം. ലില്ലിക്കുട്ടിയുടെ വിവാഹം കഴിഞ്ഞാൽ ഈ സ്വത്തെല്ലാം തന്നെ വീതിച്ചു കൊടുക്കാമെന്ന് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. വീടും പുരയിടവും എല്ലാം തന്നെ ലില്ലിക്കുട്ടിക്കാണ്. അതുകൊണ്ട് അളിയന് ഇതെല്ലാം നോക്കി നടത്തി ഇതിൽ നിന്ന് കിട്ടുന്ന ആദായം എടുത്ത് ഇവിടെ തന്നെ ജീവിക്കാമെന്ന പോലീസുകാരൻ നാഗേന്ദ്രനോട് പറയുന്നു. ലില്ലിക്കുട്ടി അച്ഛനും ഇവിടെ തന്നെ ഉണ്ടാകും, ഞങ്ങളെല്ലാവരും പുറത്തേക്ക് പോകും. മാത്രമല്ല ലില്ലിക്കുട്ടിയുടെ പേരിൽ കുറച്ച് ക്യാഷ് ബാങ്കിലുണ്ട്, ഒരു 3000 രൂപയോളം വരും, അതും കൂടി ഞാൻ എടുത്തു തരാം. നാഗേന്ദ്രൻ ആകെ ഷോക്കാവുന്നു. കാരണം 3000 രൂപ മാത്രമാണ് കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ബാക്കിയെല്ലാം ഈ വീടും പറമ്പുമായിട്ട് കിടക്കുകയാണ്. അത് താൻ എന്ത് ചെയ്ത് ക്യാഷ് ആക്കുമെന്ന് അവനൊരു പിടിയുമില്ലായിരുന്നു. നാഗേന്ദ്രൻ സോമനെ കണ്ടിട്ട് ഈ വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്. കാശായിട്ട് വെറും 3000 രൂപ മാത്രമേ കിട്ടൂ, അത് കിട്ടിയാ പോരാ, ഇനി ഒരുപാട് ക്യാഷ് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യ്, കിട്ടാനുള്ളതെങ്കിലും കിട്ടട്ടെ, അത് നീ അയാളെ കൊണ്ട് ബാങ്കിൽ നിന്നും എടുപ്പിക്ക്. 2 ദിവസത്തിനകം എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഞാൻ നിന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളാം. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ സോമൻ വന്ന് പറയുന്നുണ്ട് നാഗേന്ദ്രന് ആകെ ഉണ്ടായിരുന്ന ഒരു ബന്ധു എന്ന് പറയുന്ന അമ്മാവൻ മരിച്ചുപോയി എന്ന്. അത് കാരണം മരണ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നാഗേന്ദ്രൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ലില്ലിക്കുട്ടി ആകട്ടെ കരഞ്ഞുകൊണ്ടാണ് അവന്റെ പെട്ടി അടുക്കിക്കൊണ്ടിരുന്നത്. അവൾക്ക് അവനെ വിടാൻ ഒരു മനസ്സുമില്ലായിരുന്നു. താൻ കൂടെ വരട്ടെ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. വിവാഹശേഷം നമ്മൾ ഇതുവരെ വേറെ എങ്ങും പോയിട്ടില്ലല്ലോ, ആദ്യമായിട്ട് പോകുന്നത് മരണ വീട്ടിലാകണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരു വിധത്തിൽ ഒഴിവാക്കുന്നു. അവൾ തന്റെ കൈ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ ഒരു ഉമ്മ കൊടുത്തിട്ടാണ് അവളുടെ കൈ വിടിയിപ്പിക്കുന്നത്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരണേ എന്നും അവനോട് പറയുന്നുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവളുടെ പേരിൽ ബാങ്കിൽ കിടന്ന 3000 രൂപ കിട്ടിയത് കൊണ്ട് ഇനിയൊരു തിരിച്ചുവരവ് ഇങ്ങോട്ടുണ്ടാകില്ല എന്നുള്ള സത്യം നാഗേന്ദ്രനും സോമനും അറിയാമായിരുന്നു. അങ്ങനെ ലില്ലിക്കുട്ടി എന്ന ഈ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ള എപ്പിസോഡ് കാണാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക.